5, 4, 3, 2, 1, 0. ഈ പുതുവത്സര ദിനത്തിൽ LBSന് വലിയ സന്തോഷമുണ്ട്. അവരുടെ വിസാറ്റ് വിക്ഷേപണമാണ് ഇന്ന് കഴിഞ്ഞത്. എന്തു തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നു, ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. അതോടൊപ്പം നന്ദിയുണ്ട് കുറേ ആൾക്കാരോട്. ഫസ്റ്റ് ഇതിന് ഫണ്ടിങ് ചെയ്ത കേരള ഗവൺമെൻറ്റിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ബിന്ദു മാമിനോട്, മന്ത്രി ബിന്ദുവിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ആൻഡ് ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും, ഇൻക്ലൂഡിങ് VSSC, ഷാർല സയൻറ്റിസ്റ്റ്, അതേപോലെ ഈ ടീമിലെ എല്ലാവർക്കും, അഹോരാത്രം പണിയെടുത്ത ടീമിലെ എല്ലാവർക്കും നന്ദി പറയണം. ഞങ്ങൾ ലിസി മാം ആണെങ്കിലും, രശ്മി മാം ആണെങ്കിലും, സുമിത്ര മാം ആണെങ്കിലും, ഇത്രയും കുട്ടികളാണെങ്കിലും. ആൻഡ് താങ്ക്സ് ടു ആ കോളേജ്. കാരണം ഇങ്ങനൊരു കോളേജ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ അവർ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഇത് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റുന്നത്. സോ താങ്ക്സ് ടു ഞങ്ങളുടെ ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൽ. ഈ ഒരു യാത്രയുടെ വലിയൊരു സമാപനമാണ് ഈ വിക്ഷേപണത്തോടെ ഉണ്ടായത്. അതിൻ്റെ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇത് ആക്ച്വലി ഞങ്ങൾ സീനിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റാണ് അബൌട്ട് 4 to 5 years ബാക്ക്. അന്ന് അവരൊരു ഐഡിയ ഇട്ടു, എന്നിട്ട് അവർ നെക്സ്റ്റ് ബാച്ചസിലേക്ക് കൈമാറി എന്നുള്ളതാണ്. അപ്പോൾ ആ സെയിം ഐഡിയ നമുക്ക് ഐഡിയ ഇട്ട വ്യക്തിനെ അറിയില്ല, അല്ലെങ്കിൽ ആ ബാച്ചിലുള്ള ആരെയും അറിയില്ല. ഞങ്ങൾ ഈ ഒരു വർഷക്കാലമാണ് ഈ ലാസ്റ്റ് ബാച്ച് പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇനിഷ്യലി 30 മെമ്പേഴ്സാണ്, പക്ഷേ നമുക്കുണ്ടായിരുന്ന വർക്ക് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ പതിയെ ടീം എക്സ്പാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇത് ആദ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഈ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് ലാസ്റ്റ് ഫേസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫേസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഐഡിയ ഇട്ടത് സീനിയേഴ്സാണ്. ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞങ്ങൾ ജൂനിയർ ബാച്ചസിന് സാധിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അവരുടെ ഒരു ഡ്രീം നമ്മളുടെ ഒരു ഡ്രീമുമായിട്ട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയതെന്ന് സന്തോഷം. ഈ സമയം നിങ്ങളുടെ സന്തോഷമൊക്കെ കണ്ടിരുന്നു. എന്താണ്, എക്സൈറ്റഡ് ആണ്? വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഷെറിൽ പറഞ്ഞോട്ട് തന്നെ നമ്മുടെ സീനിയേഴ്സിൻ്റെ ഡ്രീം ബാക്കിയുള്ള ബാച്ചസ് എല്ലാവരും കൂടെ ചേർന്ന് സക്സസ്ഫുൾ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഫ്രം സ്ക്രാച്ച് ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ്, റെഫറൻസ് ഇല്ല. സോ അത്രയും പുൾ ഓഫ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് പ്രൗഡാണ്. എല്ലാവരും ഇതിൻ്റെ പിന്നിൽ നോക്കിയിരിക്കുക. ഞങ്ങൾ ഇത്ര നേരം ഇവിടെ ഇരിക്കാൻ നോക്കിയാൽ എങ്ങനെയാണ് പ്രോസസ്സ്, എങ്ങനെയാണ് സ്റ്റേജ് സെപ്പറേറ്റ് എന്നെല്ലാം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഫർദർ പ്രൊസീഡിങ്സിനെ നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കുകയാണ്. ഡാറ്റ കിട്ടുന്നു, അതിനുള്ള ഫർദർ സ്റ്റെപ്സ്, അതിലൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. അധ്യാപകരും ഈ പരിപാടിയിൽ ഈ വിക്ഷേപണം സ്ക്രീനിൽ കാണാൻ എത്തിയിരുന്നു. നിങ്ങളുടെയൊക്കെ എങ്ങനെയാണ് സന്തോഷം? വളരെയധികം സന്തോഷമുണ്ട്. വിസാറ്റ് എന്ന് വെച്ചാൽ ഇത് UV റേഡിയേഷനെ കുറിച്ച് എലാബറേറ്റായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതിനെ കുറച്ചുകൂടെ ഈ പ്രോജക്റ്റിനെ ഇനി എലാബറേറ്റ് ചെയ്യാനുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയാണ് ഇത് നടക്കുന്നത്. ഇനിയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും എല്ലാ ഫണ്ടിങ് ഉണ്ടെങ്കിലേ സ്റ്റുഡൻസിന് കൂടുതൽ എലാബറേറ്റായിട്ട് ഇതിനെ സ്റ്റഡി ചെയ്ത് നമ്മളെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഇതിനെ യൂസ്ഫുൾ രീതിയിൽ ഹ്യൂമൻ ബീയിങ്സിനെ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ISROയുടെ ഈ പ്രൊജക്റ്റിൽ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള അവരനുവദിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് വിക്ഷേപണം ചെയ്തിരിക്കുന്നത്. പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിന് അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണിത്.